ബാഡ് ബോയ്സ് ആൻഡ് ഒമർ ഫൺ. ഒമർ ഫൺ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. ഫൺ തന്നെ ഈ സിനിമയ്ക്ക് അകത്തുള്ളൂ, അല്ലാതെ നിങ്ങൾ മറ്റേ ബോംബ് സാധനം ഒന്നും എക്സ്പെക്ട് ചെയ്ത് തിയേറ്ററിൽ പോകരുത്. ഓണത്തിൻ്റെ സമയത്ത് ഫണ്ണായിട്ട് ക്ലീൻ ആയിട്ട് കയറി കാണാം. ഒമറിൻ്റെ ബാക്കി സിനിമകളിൽ ഈ ഡബിൾ മീനിങ് നയന, ഇതിനകത്ത് ഡബിൾ മീനിങ് സാധനങ്ങളില്ല. അതാണ് മെയിൻ പോയിന്റ്. ഇതിനകത്ത് സാധനം കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും കിട്ടുന്നല്ലാതെ അങ്ങനത്തെ ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒമർ ക്ലീൻ ഫണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഹ്മാൻ്റെ ഒരു ക്യാരക്ടർ, കമ്മിങ് ടു ആ ഒരു ക്യാരക്ടർ ഞാൻ ആദ്യം പറയാം, എന്നിട്ട് റഹ്മാൻ്റെ പെർഫോമൻസ് പറയാം. കമ്മിങ് ടു ദിസ് ക്യാരക്ടർ, എനിക്ക് എവിടെയോ ഈ സിനിമ മറ്റേ ഒമർ ഡയറക്റ്റ് ചെയ്ത് റഹ്മാൻ അഭിനയിച്ച ഒരു ചോട്ടാ മുംബൈൻ്റെ ഒരു സ്പൂഫ് 144p എനിക്ക് അങ്ങനെ തോന്നി എവിടേക്കോ. ലൈക്ക് ഞാൻ സിനിമ കമ്പയർ ചെയ്യുന്നതല്ല, എവിടേക്കോ അങ്ങനത്തെ ഒരു സാധനം എനിക്ക് പേഴ്സണലി ഫീലായി. പക്ഷെ ഫണ്ണാണ് സിനിമ. റഹ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക എവർഗ്രീൻ റൊമാൻറ്റിക് സ്റ്റാർ മലയാളത്തിൻ്റെ ചില ഷോട്ടിലൊക്കെ ഭയങ്കര രസമായിരുന്നു റഹ്മാനെ കാണാൻ. ചിലപ്പോൾ എന്നല്ല ഭയങ്കര രസമായിരുന്നു ഷോട്ടുകൾ. റഹ്മാൻ എടുത്ത് വെച്ച കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നു റഹ്മാൻ ഒരു ടീമുണ്ട്. റഹ്മാൻ്റെ ടീമും കൂടി നാട്ടിലൊരു ക്ലബ്ബ്, ടീം, അവരുടെ ഒരു പാസ്റ്റ്, പിന്നെ അവരുടെ പ്രസൻറ്റ്, ഇതാണ് സിനിമ. ഓക്കെ, ഇതിൽ നിന്ന് ബിൽഡാവുന്ന സിനിമയാണ്. അപ്പോൾ ഒരു ഗുണ്ടാ സെറ്റപ്പ്, ഗുണ്ടാ മാഫിയ, ലഹരി മാഫിയ, അവയവ മാഫിയ, പിന്നെ മാഫിയ ശശി. ഞാൻ നോക്കുന്നുണ്ട് മാഫിയ ശശി അടിക്ക് കൊണ്ട് വീഴുന്നുണ്ട്. രസമാണ്. ഞാൻ പറഞ്ഞല്ലോ ഒമർ ലുലു എന്താ ചെയ്തറിയോ, ഒമർ ലുലു ഇതിൽ കുറേ പേർക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ആളുകൾക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട്. മെയിൻ പോയിന്റ് അങ്ങനെ കുറേ പേർക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഒമറിൻ്റെ സിനിമയിൽ നമ്മൾ കാണുന്നതാണ് കുറേ പേർക്ക് ചാൻസ് കിട്ടാറുണ്ട്. പിന്നെ ഒമർ ലുലു ടെംപ്ലേറ്റ് ആണ് സെയിം, അതായത് ഒമർ ലുലുവിൻ്റെ പ്രീവിയസ് മൂവീൻ്റെ ആ ഒരു എഡിറ്റ്, ആ ഒരു കളർ ടോൺ, ആ ഒരു ടെംപ്ലേറ്റ്, ആ ഒരു സാധനം തന്നെയാണ് ഇതിലും ഒമർ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും റഹ്മാൻ്റെ ക്യാരക്ടറിൽ നിന്ന് ബിൽഡ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫ്, അതായത് റഹ്മാൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ റഹ്മാൻ്റെ ചുറ്റിപ്പറ്റിയിട്ടാണല്ലോ സാധനങ്ങൾ നടക്കുന്നത്. റഹ്മാൻ്റെ രംഗണ്ണനാണ് ഇതിനകത്ത്. അപ്പോൾ റഹ്മാൻ രംഗണ്ണനെ ചുറ്റിപ്പറ്റിയിട്ട് പരിപാടികൾ തുടങ്ങുന്നു. ആ തുടങ്ങിയ പരിപാടികൾക്കിടയിലേക്ക്, ഗുണ്ടാ സെറ്റപ്പിൻ്റെ ഇടയിലേക്ക് കുറേ പോലീസ് കഥാപാത്രമായിട്ടും ബാക്കി ഗുണ്ടകളായിട്ടും പിന്നെ ചുറ്റുവട്ടത്തുള്ള നെയ്ബേഴ്സ് ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും കയറി വരികയാണ്. ആൻഡ് ഇതിൽ റഹ്മാൻ്റെ വൈഫായിട്ടുള്ളത് ഷീലു എബ്രഹാമിൻ്റെ ക്യാരക്ടറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അവരെ ഫണ്ട് എനിക്ക് കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ട്, അല്ലേ എനിക്ക് തോന്നിയത്. അവരുടെ ചില സാധനങ്ങൾ എനിക്ക് കുറച്ചും കൂടി ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. റഹ്മാൻ്റെ ഒരു ഫൺ പോർഷൻ അത്ര വർക്കൗട്ട് ആയിട്ടില്ല എനിക്ക്. അങ്ങനെ സ്റ്റൈല് സ്വാഗ് അടിപൊളിയാണ്, ലുക്ക് ഒരു രക്ഷയില്ല. പക്ഷെ അങ്ങേരുടെ ചില ഫണ്ണ് ഡയലോഗ് ഡെലിവറി എനിക്ക് എന്തോ കുറച്ചൊരു ഇതെന്തോടെ ഇങ്ങനെ എന്ന് എനിക്ക് തോന്നി. ഡാൻസ് അങ്ങേര് കളിച്ചില്ലടി, ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയത് അവിടെ. അങ്ങനെ ഡാൻസ് കളിക്കേണ്ടിയിരുന്നു അങ്ങനെ ഡാൻസ് കളിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്ത് അജു വർഗീസ് ഉണ്ട്, ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്, ബാബു ആൻ്റണി ഉണ്ട്, പിന്നെ ഫിറോസ്ക ഉണ്ട്, സെന്തില്, നമ്മളെ ആൻസൺ പോള്, പിന്നെ ആരൊക്കെ ഇതിൽ കുറേ ആൾക്കാരുണ്ട്. മറ്റേ മൊട്ട രാജേന്ദ്രൻ, രമേശ് പിഷാരടി മോനെ ഇതില് രമേശ് പിഷാരടി ഒരു മോഡൽ തന്നെയാണ് രമേശ് പിഷാരടി ഇതിനകത്ത്. രമേശ് പിഷാരടി നമ്മളെ കോൺകർ ദ വേൾഡ് വിത്ത് റോക്കി, അത് സെറ്റായിരുന്നു. പക്ഷെ വിഷാരടി കുറെ ഇല്ല പക്ഷെ ഉള്ളത് വിഷാരടി ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഹരിശ്രീ അശോകൻ അങ്ങനെ ഒരു ഫൺ സാധനമല്ല, ബട്ട് കൊടുത്തത് അങ്ങനെ ചെയ്തിട്ട് പോയി. ബിബിൻ ജോർജ്, എനിക്കിതിൽ ഈ ഒരു റോള് ചെയ്തു. ഈ സിനിമയിലെ ബിബിൻ ജോർജിന് ഒരു റോളുണ്ട്, അതായത് ഈ പറഞ്ഞ റഹ്മാൻ്റെ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാൾ. ബിബിൻ ജോർജ് ആണ് കൃത്യമായ ഒരു മീറ്ററിൽ ഡെലിവർ ചെയ്തതായിട്ട് എനിക്ക് തോന്നി. അതായത് ഫണ്ണ് പറയേണ്ട സമയത്ത് ഫണ്ണായിരുന്നു, മാസ് കാണിക്കേണ്ട സമയത്ത് മാസ്സായിരുന്നു. ബിബിൻ ജോർജ് വാസ് ലൈക്ക് ക്ലീൻ, നീറ്റ്. പിന്നെ സെന്തിൽ കൃഷ്ണ എവിടെയോ ഒരു മസിൽ പിടുത്തം, ആൻസൺ പോളും ഒരു മസിൽ പിടുത്തം പോലെ തോന്നി എനിക്ക്. ടിനി ടോമും ഡ്രാക്കുള സുധീറും അവരുടെ ഒരു കോംബോ, അതും ഫണ്ണായിട്ട് അങ്ങനെ പോയി. സൈജു കുറുപ്പൊന്നും അങ്ങനെ കാര്യമായിട്ട് പിന്നെ പറയാനൊന്നും ഇല്ല അതിനകത്ത്. ബാലചേട്ടനും അങ്ങനെ കാര്യമായിട്ട് ഈ ലൈക്ക് എന്താ പറയുക കുറേ നേരം സ്ക്രീനിലില്ല, വന്നു പോണതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഗുണ്ടാ സെറ്റപ്പിൽ നിന്നൊരു ഫാമിലിനെ ചുറ്റിപ്പറ്റിയിട്ട് ആ ഒരു നാട്ടിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ് ഇങ്ങനെ തുടങ്ങുന്നു. അത് 1-2 വേറെ ഇൻസിഡൻസിലേക്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ സിനിമ. ആൻഡ് സിനിമയുടെ തുടക്കം കാണിക്കുന്ന പാസ്റ്റിനും എൻഡിൽ കാണിക്കുന്ന പാസ്റ്റിനും തമ്മിൽ ചെറിയൊരു ലിങ്കും കണക്ഷനും കാര്യങ്ങളും ഉണ്ട്. ട്വിസ്റ്റോ ടേണോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് കാര്യങ്ങൾ. ടുവേർഡ്സ് ദ എൻഡിലേക്കൊക്കെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാം. ഫണ്ണായിട്ടാണ് കാര്യങ്ങൾ പോകണമെന്നുള്ളതാണ് മെയിൻ. എവിടെയെങ്കിലും ഞാൻ അതാണ് ഒരു ചോട്ടാ മുംബൈ റെഫറൻസ് ചെയ്യാൻ പറഞ്ഞത്. എവിടെയെങ്കിലും ഒന്ന് പടം താഴുമ്പോൾ പടത്തിനെ അപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പടമല്ല ഒരു
ഇമോഷൻ താഴ്ച വരുമ്പോഴത്തേക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും ഒരു കൗണ്ടർ അടിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ഫണ്ണായിട്ട് വരും. അതിൽ ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവില്ല. അങ്ങനെ കേട്ടോ ഇതിലെ ഫണ്ണും കാര്യങ്ങളും. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ചെയ്ത കുറേ ഫൺ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് വന്ന കുറേ സാധനങ്ങളുണ്ട്. കുറേയൊക്കെ എനിക്ക് ഓക്കെയാണ്, കുറേയൊക്കെ ഒന്നും എനിക്ക് ഓക്കെ ആയി തോന്നിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ആറാട്ടെണ്ണൻ്റെ സീനിലാണ് മക്കളെ. ആറാട്ടെണ്ണൻ്റെ സീനിൽ വീണ് ചിരിക്കുകയായിരുന്നു, തലകുത്തി ചിരിക്കുകയായിരുന്നു. ആറാട്ടെണ്ണൻ യൂണിവേഴ്സ് എന്ന് കുറേ ആൾക്കാർ ഈ സിനിമയിലുണ്ട്. അത് ഞാൻ ആരാ എന്തൊന്നും പറയുന്നില്ല. ആറാട്ടെണ്ണൻ യൂണിവേഴ്സിൽ കുറേ ആൾക്കാരുണ്ട്. അത് വീണ് ചിരിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. രമേഷ് പിഷാരടിൻ്റെ അല്ലേ, രമേഷ് പിഷാരടിൻ്റെയും സാധനം ചിരിക്കാൻ മാത്രമുണ്ട്. ചിരിയുടെ കാര്യത്തിൽ കുറച്ച് ഡൗൺ ആയതും അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഒപ്പം വരാഞ്ഞതും റഹ്മാൻ തന്നെയായിരുന്നു. അത്ര ഫൺ എലമെൻ്റ് ഒന്നും റഹ്മാൻ്റെത് എനിക്ക് ഒട്ടും കൺവിൻസിങ് ആയില്ല. പിന്നെ ഫൈറ്റ് സീൻസ്, ഇതിനകത്ത് ഫൈറ്റ് സീൻസ് എടുത്തതൊക്കെ നല്ല 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 സ്റ്റൈലായിട്ട് എടുത്തിട്ടുണ്ട്. കോസ്റ്റ്യൂമും ഫൈറ്റും ഭയങ്കര സ്റ്റൈലായിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് പാട്ട് അല്ലേ, പാട്ട് തുടക്കത്തിൽ തന്നെ ഘോര ഘോരം എന്ന് പറഞ്ഞ ആ പാട്ടൊക്കെ അത് എനിക്ക് ഭയങ്കര റഹ്മാൻ അങ്ങനെ സ്റ്റെപ്പ്, ഞാൻ ഘോര ഘോരം ആ പാട്ടും റഹ്മാൻ്റെ സ്റ്റൈൽ എൻട്രി കുറേ ഡാൻസ് പ്രതീക്ഷിച്ചു. ബട്ട് സ്റ്റിൽ ആ പാട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ആ ഒരു മാപ്പിളപ്പാട്ട് ആരംഭം തുളുമ്പും, അതും കല്യാണപ്പാട്ട്, അതും ഭയങ്കര രസമുണ്ടായിരുന്നു പാട്ട്. കുറേ ഒരു മാപ്പിളപ്പാട്ട്, ഒരു വൈറൽ മാപ്പിളപ്പാട്ട് ടച്ചിലേക്ക് ആ പാട്ട് പോവും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു റാപ്പ് ഉണ്ടായിരുന്നു, സാത്താൻ റാപ്പ്. അതും എനിക്ക്, അല്ലെങ്കിൽ ഒമർ ലുലു സിനിമയിൽ ഇങ്ങനത്തെ പാട്ടുകൾ എപ്പോഴും ഒരു അല്ലേ ഒരു വൈറാലിറ്റിക്ക് പോകാറുണ്ട്. അപ്പോൾ അതൊരു വൈറൽ സാധനങ്ങൾ റീൽസിൽ കത്താനുള്ള ചാൻസ് ഞാൻ അതിൽ കാണുന്നുണ്ട്. സോ ഓൾ ഇൻ ഓൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ക ഫെസ്റ്റിവൽ എൻ്റർടൈനർ. അതാണ് ഒരു ഫണ്ണ്. ഒമർ ലുലു ഫണ്ണാണ് ഈ ഒരു സിനിമ. ഇതിനകത്തുനിന്ന് നിങ്ങൾ മറ്റേ ക്രിസ്റ്റഫർ നോളൻ സിനിമയൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ലാർജർ ദാൻ റിയൽ ലൈഫ് മറ്റേ സും അതും പ്രതീക്ഷിക്കരുത്. ഇതൊരു ലൈക്ക് എന്താ പറയുക, മാഫിയകൾ തമ്മിലുള്ള ഒരു പോരാട്ടം, ഒരു രംഗണ്ണൻ ലൈറ്റ്, ഒരു ചോട്ടാ മുംബൈ ലൈറ്റ്, ആ രീതിയിൽ പോകുന്ന ഒരു പടമാണ്. അപ്പോൾ ഒരു ഫൺ സിനിമയാണ്, ടോട്ടലി ഒരു ഫൺ സിനിമയാണ്. ചിലത് എനിക്ക് തോന്നുന്നത് ചിലരുടെ കോമഡി, ഇപ്പം അത് ഞാൻ എടുത്തു പറയണം അല്ലേ. ഇപ്പം എനിക്ക് ചില കോമഡികൾ വർക്കൗട്ട് ആവാത്തപ്പോൾ എൻ്റെ അപ്പുറത്തിരുന്ന ആൾക്കാർ ചിരിച്ചിരുന്നു. ഞാൻ ചിരിക്കുമ്പോൾ ഇപ്പുറത്തെ ആൾ ചിരിക്കില്ല. അപ്പോൾ അത് ഡിപ്പെൻഡ് ടു ദി ക്രൗഡാണ് നിങ്ങൾ ചിരിക്കോ ഇല്ല എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഏത് ആക്ടർ ഡെലിവർ ചെയ്യുന്ന, ആക്ട്രസ് ഡെലിവർ ചെയ്യുന്ന ഫണ്ണാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുക എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു ആണ്. എനിക്കും അങ്ങനെയായിരുന്നു. ഞാൻ അതാ പറഞ്ഞത്, ചിലരുടെ ഫൺ സാധനങ്ങളൊന്നും എനിക്കായില്ല. ബട്ട് ചിലരത് ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുമുണ്ട്. ഏതടി മാഫിയ സി ഡി വാങ്ങിയതോ? കുറെ കാലത്തിന് ശേഷമാണ് മാഫിയ സി ഡി വാങ്ങുന്നതാണ്. പഴയ പാട്ടുകൾ, അത് നൈസ് പ്ലേസ്മെന്റ് ആയിരുന്നു അല്ലേ. BGM അതേപോലെ നോട്ട് ചെയ്തിട്ടാണ്. BGM അൺവാണ്ടഡ് ആയിട്ട് കുറെ സ്ഥലത്ത് BGM കയറ്റിയിട്ടുണ്ട്. പക്ഷെ അല്ലെങ്കിൽ BGM കയറ്റിയിട്ട് ഈ ആടിലൊക്കെ ഒരു BGM കയറ്റിയിട്ടുള്ള കളി ഉണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ ഒരു സാധനം ഇതിനകത്തുണ്ട്. BGM കയറ്റിയിട്ടുണ്ട്. BGM കൊള്ളായിരുന്നു. ബാബു ആന്റണി പിന്നെ പറയാണ്ടോടി. പിന്നെ ഇങ്ങനെ ചെയ്തു വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാരെയും വിളിച്ചു വരുത്തി നല്ല ഊക്കി വിട്ടിട്ടുള്ള കാര്യം പറയാം. അത് ഒമർ ലുലുവിന്റെ ടാറ്റിക്സ് തോന്നുന്നത്. അതായത് ഒമർ ലുലു കൊണ്ടുവന്നവരൊക്കെ ഈ സിനിമയ്ക്കകത്ത് ട്രോൾ ചെയ്തിട്ടുണ്ട്. ചാൻസ് കൊടുത്തത് കുറേ പേർക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട്, കുറേ ആൾക്കാർക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ നമുക്ക് അറിയുന്ന കുറേ ഫേസസ് കണ്ടിട്ടുണ്ട്. ഫിറോസ് ഭായിനെ കണ്ടു, നമ്മളെ പിന്നെ അറിയാണ്ട് നമ്മൾ ആറട്ടണ്ണൻ, പിന്നെ ഞാൻ പേര് പറയാത്ത 1-2 ആൾക്കാർ വേറെയുണ്ട്. അപ്പം അങ്ങനെ കുറേ പേർക്ക് ചാൻസസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനി അവർ ലൈക്ക് അല്ലേ വലിയ സ്ക്രീനിലേക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആവും തോന്നുന്നു. എന്താണെങ്കിലും ഹോൾ പാക്കേജ് നോക്കുന്ന സമയത്ത് കുറേ പഴയ നടന്മാർ, ദേവൻ, ശങ്കർ, പിന്നെ കൃഷ്ണപ്രസാദ്. പക്ഷേ ഒരു സീൻ എനിക്ക് ഭയങ്കര ക്രിഞ്ച് അടിച്ചിട്ടോ, അത് ഞാൻ പറയാതിരിക്കില്ല. എനിക്ക് ഭയങ്കര ക്രിഞ്ച് അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണായിട്ട് വെച്ച സാധനം. അത് ആ സിനിമയ്ക്കകത്ത് ഒമറിനെ ട്രോളി വിട്ടിട്ടുണ്ട്. ട്രോളാൻ വേണ്ടി വെച്ച സാധനമാണെന്നുണ്ട്. ഒരു ക്യാമ്പസിനകത്തുനിന്ന് വരുന്നൊരു സാധനമുണ്ട്. അയ്യോ അത് അവരുടെ ഒരു സാധനം വെച്ചതായെങ്കിലും അത് എനിക്ക് ഭയങ്കര ഇതായില്ല. പക്ഷെ ബാക്കി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിനിമ ഒരു ഫൺ സിനിമയാണ്. ഒമർ പറഞ്ഞ ആ ഒരു സാധനമുണ്ട്, ഇത് അവകാശവാദങ്ങളൊന്നും അവർ വെച്ചിട്ടില്ല, ഇതിൽ ചിരിച്ച് മരിക്കുന്നുള്ളതൊന്നും. അതല്ല, ഒരു ഫൺ സിനിമ. അതായത് നിങ്ങൾക്ക് ഫെസ്റ്റിവൽ ടൈമിൽ കയറിയിട്ട് ഇപ്പോൾ ഫാമിലി ആയിട്ട്, സാധാരണ ഒമറിന്റെ സിനിമയ്ക്ക് ഡബിൾ മീനിങ് ഉണ്ടോ ഫാമിലി എന്നൊക്കെ അല്ലേ ചോദിക്കാറ് നിങ്ങൾ. ഇത് ഒമറിന്റെ ക്ലീൻ സാധനമാണ്. അതെ അതെ. എന്താണെങ്കിലും ഇത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് കാണാം. ഫൺ സാധനമാണ്. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മറ്റേ ടെൻഷൻ ഇല്ലാതെ, ഇപ്പോൾ ത്രില്ലറാണെങ്കിൽ ടെൻഷൻ അടിക്കണം, അല്ലെങ്കിൽ വാവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സാധനം, അങ്ങനെ നിങ്ങൾക്ക് ചുമ്മാ കയറിയിരുന്ന് ഫണ്ണായിട്ടൊരു ഫെസ്റ്റിവലിന് കണ്ടിറങ്ങി പോരാൻ പറ്റുന്ന വൈബുള്ള ഒരു ഒമർ ലുലു മൂവി. അതാണ് നമ്മുടെ ബാഡ് ബോയ്സ്.